ആരൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് ഇന്ന് വരാൻ പോകുന്നത്? അവർ അതിഥികളാണോ അതോ വേറെ ആരെങ്കിലും ഒക്കെ ആണോ? ആൾക്കാർ കണ്ടു ഞെട്ടുന്നു. തലയണ ടാസ്ക് വന്നിരിക്കുകയാണ്. തലയണ ടാസ്ക് എന്താ നടന്നത് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ ഇന്ന് വീട്ടിലേക്ക് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് അല്ലേ? എപ്പിസോഡ് കഴിഞ്ഞിട്ടൊരു പ്രൊമോ വന്നു, അത് കഴിഞ്ഞിട്ടുള്ളൊരു പ്രൊമോ വന്നു. എപ്പിസോഡ് കഴിഞ്ഞിട്ടുള്ള പ്രൊമോയ്ക്കകത്ത് കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതിന് മുന്നേ വേറൊരു പ്രൊമോ വന്നു, അത് കഴിഞ്ഞ ശേഷം അതിനെക്കുറിച്ച് ആദ്യം പറയാം. തലയണ മന്ത്രം എന്ന് പറഞ്ഞാൽ ഡെയിലി ടാസ്ക് അവർക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഈ തലയണ മന്ത്രമല്ല, തലയണ സൂത്രം. തലയണ സൂത്രം ഈ സംഭവം എല്ലാ പ്രാവശ്യവും ഉണ്ടായിട്ടുണ്ട്, ഏതൊക്കെയോ സീസണുകളിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഈ തലയണ ടാസ്ക് പഞ്ഞി എടുക്കുക, അതായത് ആക്ടിവിറ്റി ഏരിയയിൽ പഞ്ഞി ഇങ്ങനെ കൂട്ടിയിട്ടേക്കും. പഞ്ഞി എടുക്കുക, പഞ്ഞി നന്നായിട്ട് ഫില്ല് ചെയ്യുക, ടൈറ്റായിട്ട് ഫില്ല് ചെയ്യുക. തലയണയുടെ ഉറ അവിടെയുണ്ട്, അത് വെച്ചിട്ട് നമ്മുടെ സൂചി നൂലും കിട്ടും, അത് വെച്ചിട്ട് തുന്നി ചേർക്കുക. എന്നിട്ട് മാക്സിമം തലയണകൾ ഉണ്ടാക്കുക. ഇവർ തലയണ ഉണ്ടാക്കി കൊണ്ടുപോകണതൊക്കെ സ്റ്റോർ റൂമിലാണ്. ലക്ഷ്മി ഓടുന്നു, ബിന്നി ഓടുന്നു, എല്ലാവരും, നിവീൻ ഓടുന്നു, എല്ലാവരും ഓടെയാണ്. ഓടി 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 ഇങ്ങനെ ഓടുന്ന മാത്രം ഇങ്ങനെ സ്റ്റോർ റൂമിൻ്റെ വാതിൽ ഇങ്ങനെ തുറക്കുന്നു. ഇത്രേ കാണിക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് എപ്പിസോഡിൻ്റെ പ്രൊമോയിലാണ് കിടക്കുന്നത്. നോക്കുമ്പോഴത്തേക്കും അമ്മേ ആരാ തലയുടെയും പിടിച്ച് രണ്ടുപേരും ഇങ്ങനെ നിൽക്കുകയാണ്. ആരാന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അവർ മാറും. എന്നിട്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് സ്വാഗതം എന്ന് പറയുന്നു. ലിവിങ് ഏരിയയിൽ എല്ലാവരും ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ആ പ്രൊമോയിൽ, എപ്പിസോഡ് കഴിഞ്ഞ പ്രൊമോയിൽ. അങ്ങനെ അത് കഴിഞ്ഞ് സംസാരിക്കുന്നു. പിന്നെ പല ഫ്രെയിമിലും പല ആൾക്കാരെയും കാണിക്കുന്നു. കൂടുതലും അനുവിൻ്റെ ഫ്രെയിം കാണിക്കുന്നുണ്ട്, ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. അനു ആതിരയും കൂടെ എന്തോ സീരിയസ് ആയിട്ട് പറഞ്ഞുകൊണ്ട് ഡ്രസ്സിങ് റൂമിലേക്ക് പോകുന്നു. എന്താ സംഭവം ഇത്? അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ലാസ്റ്റ് കാണിക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. എല്ലാവരും കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ കണ്ടായിരുന്നു അത്? അതിൻ്റെ അർത്ഥം അവർ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോഴാണല്ലോ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ അതിഥികളാണ്, എന്തെങ്കിലും പ്രൊമോഷൻ എന്തെങ്കിലും കാര്യമായിട്ടായിരിക്കാം അല്ലേ? അതുകൊണ്ടായിരിക്കുമല്ലോ പോകുന്നത്. തിരിച്ച് ഫോട്ടോ പോസ് ചെയ്തത് എപ്പിസോഡിൽ പ്രൊമോയിൽ കാണിക്കണമെങ്കിൽ അവർ തിരിച്ച് പോയി കാണുമല്ലോ, വൈൽഡ് കാർഡൊന്നും ആയിരിക്കില്ലല്ലോ. സോ അങ്ങനെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. പിന്നെ വേറെ സംഭവങ്ങൾ ജയിൽ നോമിനേഷൻ ഉണ്ടാവാൻ പോകുന്നത്. ജയിൽ നോമിനേഷൻ അതിനകത്ത് എന്തെങ്കിലും ഒരു വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാവും, ഉറപ്പാണ്. മിക്കവാറും അനീഷ് ആയിരിക്കും ഇന്ന് പോകാനുള്ള ചാൻസ് കൂടുതൽ. ജയിലിലേക്ക് പോകാനുള്ള ചാൻസ് കാണുന്നത് അനീഷിന് കാണുന്നുണ്ട്, പിന്നെ ബിന്നിക്ക് കാണുന്നുണ്ട്, ആദിലേക്ക് കാണുന്നുണ്ട്, അനുവിന് കാണുന്നില്ല, അനുവിനില്ല. ഇത്രയും പേർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ പറഞ്ഞ ആരായിരിക്കും ഇന്ന് ജയിലിൽ പോകുന്നത് എന്നുള്ളത്. പിന്നെ ക്യാപ്റ്റൻസി മിക്കവാറും ബിഗ് ബോസ് എന്തെങ്കിലും ട്വിസ്റ്റ് കൊണ്ടുവരുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം. പിന്നെ കോയിൻസ് ആർക്ക് കൊടുക്കും, പണിപ്പുര ഉണ്ടാവുമോ ഇല്ലയോ അതൊന്നും അറിയില്ല. അതൊക്കെ മിക്കവാറും ഉണ്ടാവും തോന്നുന്നു കേട്ടാ. പണിപ്പുര കാര്യം അവരൊന്നും എടുത്തിട്ടില്ലല്ലോ, ടാസ്ക് റദ്ദാക്കിയില്ലേ. അല്ലെങ്കിൽ ഇവർക്ക് ഇന്നലെ നടന്നൊരു ടാസ്ക് ഇല്ലേ, നമ്മുടെ ബോട്ടിൽ ഇത് വെച്ചിട്ട് ഇമ്മ്യൂണിറ്റി ടാസ്ക്, അത് വെച്ചിട്ട് കിട്ടുമെന്ന് അറിയില്ല. ആരെങ്കിലും ഔട്ടായ വെച്ചിട്ട് അവസാനത്തെ 3 പേരുണ്ടാവുമല്ലോ, അവർക്കായിരിക്കും ചിലപ്പോൾ കോയിൻ കിട്ടുന്നത്. അക്ബർ, ബിന്നി, നൂറ, അവർക്ക് കോയിൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. പറയാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുക. അവരിൽ നിന്ന് ഒരാൾ ക്യാപ്റ്റൻസിയിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇന്ന് നടക്കാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും കാത്തിരിക്കാം ആരാണ് അതിഥികൾ എന്നുള്ളത്. അപ്പോൾ അതിഥികളെന്ന് ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ടല്ലേ? അല്ല, അതിഥികൾ പറയുന്നില്ല, ബിഗ് ബോസിലേക്ക് സ്വാഗതം, പക്ഷെ അവർ പോകുന്നുണ്ട് തിരിച്ച്. അപ്പോൾ എന്തായാലും അതിഥികൾ തന്നെ ആയിരിക്കും. അപ്പോൾ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ആവാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.